മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ஐயோ அண்ணா, ஆமா நான் சொல்றத கொஞ்சம் புரிஞ்சுக்கோங்க. நான் நிறைய வாட்டி மதுரைக்கு வர ட்ரை பண்ணேன், நிஜமா சொல்றேன். நான் ட்ரை பண்ணேன், ஆனா எனக்கு வரவே முடியலண்ணா. சரி, அப்படின்னா நீங்க பாலக்காடு வந்தீங்கல்ல, உங்களுக்கு இங்க வரலாம்ல? அதே தான் நானும் சொல்றேன். உங்களுக்கு இங்க எர்ணாகுளம் வர்றதுக்கு எவ்வளோ பக்கம் தானே, பின்ன என்ன நீங்க வராம இருந்தீங்க? நான் கோவம் எல்லாம் படல அண்ணா, நான் சொன்னேன் அவ்வளோதான். நீங்க வேணா சந்தன மாறிட்ட கேட்டு பாருங்க, அவ எவ்வளோ வாட்டி என்ன கூப்பிட்டா தெரியுமா? நான் ஒரு வாட்டி கூட திருப்பி கூப்பிடல அண்ணா, சத்தியம், நிஜமா நான் சொல்றேன். சரி, நான் அப்புறம் கூப்பிடுறேன். கோபப்படக்கூடாது. சரி சரி அண்ணா. കനകം, ആ എന്നമ്മാ? നീ അടുത്തത് ആരെയാ വിളിക്കാൻ പോന്നെ? சந்தனமாரிய கூப்பிட போறேம்மா. அவன் நிறைய வாட்டி என்ன கூப்பிட்டு இருக்கா, நான் ஒரு வாட்டி கூட திருப்பி கூப்பிடல, அதனால கூப்பிட போறேன். മധുരയിലുള്ള എല്ലാരെയും വിളിച്ചെങ്കിൽ ഇനി മാഡം ഫ്രീ ആവത്തുള്ളായിരിക്കും. என்னம்மா அப்படி ஒரு பேச்சு? இந்த பாருங்க, நான் முத்துக்குமரன் அண்ணாட்ட பேசாம இருக்கிறதுனால அவர் எங்கிட்ட கோவிச்சாரு. அதே மாதிரி இனி சந்தன மாதிரி என்ன ஓரோன்னு சொல்லுவாரு. அதனால நான் ஒன்னு கூப்பிடட்டும் அம்மா. என்னம்மா இப்படி? உங்களுக்கு ஒன்றும் புரியவே புரியாது என்ன சொன்னாலும். അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. கோபப்பட்டேனா? நான் கோபப்படல. കണ്ടോ 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 அம்மா, நான் கோவம் எல்லாம் படல, நான் விஷயத்த சொன்னேன் அவ்வளவுதான். അയ്യോ, നിന്റെ മധുരയിലുള്ള ആൾക്കാരെ വിളിക്കണ്ടാന്നോ പോയി കാണണ്ടാന്നും പറഞ്ഞോണ്ട് ഞാനും നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. நீங்க பிடிச்செல்லாம் வைக்கல, ஆனா உங்க பழக்க வழக்கங்களுக்கு ஏதா ஒண்ணு கம்மியா இருந்ததுன்னா நீங்க அப்ப என்ன திட்ட ஆரம்பிப்பீங்க. அது மாதிரி நான் எதா சொல்ல வந்தா நீங்க எதா சொல்லி என்னோட வாயை மூட வைப்பீங்க, அப்படிதானே? ആന്റി പറഞ്ഞത് കറക്റ്റാ. അമ്മൂമ്മയുടെ പുറകെ അമ്മ 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 എന്ന് വിളിച്ചോണ്ട് നടക്കും. എന്നിട്ട് ആന്റിയുടെ കാര്യം ആന്റി അങ്ങ് മറന്നു. சொல்லி கூட பாரு, அப்படி அம்மாக்கு ஒண்ணுமே புரியாது பாரு. അയ്യോ, നിന്റെ സംസാരം കേട്ടാത്തൊന്നല്ല നിന്റെ ജീവിതം ഞാൻ ഇവിടെ കിട്ടു ഹോമിക്കുവാന്ന്. എനിക്കിവിടെ ആരുടെ ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഇനി ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അതെ 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 അതെ, അമ്മൂമ്മ ഒറ്റയ്ക്കാണ് ജനിച്ചത്, ഒറ്റയ്ക്കാണ് പഠിച്ചത്, ഒറ്റയ്ക്കാണ് വളർന്നത്, ഒറ്റയ്ക്കാണ് കല്യാണം കഴിച്ചത്. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അപ്പൂപ്പന്റെ കൂടെയും ഒറ്റയ്ക്കാണ് ജീവിച്ചത്, അല്ലേ അമ്മൂമ്മ? എന്റെ പൊന്നമ്മൂമ്മ, നമ്മുടെ ജീവിതത്തിൽ ഈ പരസഹായം എന്ന് പറയുന്നത് നാച്ചുറലാണ്. നമ്മൾ എല്ലാവരും ഓരോരോ സഹായങ്ങൾ മേടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതിപ്പോ അറിഞ്ഞാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഇറങ്ങിപ്പോടാ. അവന്റെ ഒരു പ്രത്യക്ഷം പരോക്ഷം വന്നേക്കുന്നു. കേട്ടാ, എന്താണ് ഇവിടെ ഇത്ര ബഹളം? റൂമിൽ സമാധാനമായിട്ട് ഇരിക്കാൻ ആരും സമ്മതിക്കൂലേ? അയ്യോ, ബഹളം ഉണ്ടാക്കിയതിന് തമ്പുരാട്ടി പൊറുക്കണം. തമ്പുരാട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തമ്പുരാട്ടി മുറി അടച്ച് അതിനകത്ത് ഇരിക്കണം. അമ്മയ്ക്ക് എന്തോന്നമ്മ? അത് തന്നെ, അമ്മൂമ്മയ്ക്ക് എന്തുവാ? അമ്മൂമ്മയ്ക്ക് ദേഷ്യം തീർക്കാൻ ഇവിടെ കനയാൻറ്റി ഉള്ളതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല. കനയാൻറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. അത് പാറു പറഞ്ഞത് ഒരു സത്യം. എന്തോന്ന് സത്യം? ഒരു സത്യവും ഇല്ല. சத்தியம் இருக்கு. கொஞ்சம் முன்னாடி கிச்சன்ல ஏதோ பொருள் காணோம் சொல்லிட்டு நீங்க என்கிட்ட பேச வந்தீங்கல்லம்மா. ഞാൻ എന്തോ പേശി? ഞാനൊന്നും പേശാൻ വന്നില്ല. நீங்க பேச வந்தீங்க. ഇല്ല, வந்தீங்க. നീ എന്നോട് സംസാരിക്കാൻ വരണ്ട. എനിക്ക് എന്നോട് സംസാരിക്കണ്ട. அப்படின்னா எனக்கு உங்கள்ட்ட ஒன்னும் பேசுறதுக்கு இல்ல. പിന്നെ എന്നോട് സംസാരിക്കാൻ എന്റെ പട്ടി വരും. அப்படின்னா அந்த பட்டியை நான் கொல்லால வீசுவேன், அவ்வளவுதான். മാസമല്ലോ. പാറു, നീ എന്റെ ഇത് മേടിക്കല്ലേ കേട്ടാ. എന്റെ അമ്മയ്ക്ക് എന്തൊരു പവർ അമ്മ. ഏത് എഞ്ചിൻ ഉപയോഗിക്കണേ? ചോനർ തലയിലെ എഞ്ചിൻ. എന്തേ? ഞാൻ അടുക്കളയിലോട്ട് പോകാൻ തുടങ്ങുവാ. நானும் கிச்சன்ல தான் போறேன். എന്തിന് എന്നോട് വന്നിന്ന് കിന്നാരം പറയാനോ? എനിക്ക് കേക്കണ്ട. எனக்கு கின்னார சொல்லறதுக்கு இல்ல, நானும் ஒன்னும் சொல்ல வர மாட்டேன். എന്നോട് ഒന്നും ചൊല്ല മാട്ടേ. என்கிட்ட யாரும் பேச வர வேண்டாம். അതെ, ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നീ പാത്രം കഴുകേണ്ടുന്നവർക്ക് എപ്പോഴാന്ന് വെച്ചാൽ ചെന്ന് കഴുകി പറക്കി വെക്കാം. എനിക്കൊന്ന് കിടക്കണം, ഭയങ്കര ക്ഷീണം. കേട്ടായിരുന്നോ? കേട്ടു. டே கேசோ, எனக்கும் ரொம்ப சளியா எல்லாம் இருக்கு, அதனால எனக்கும் போய் படுக்கணும். எனக்கு எப்ப முடியுதோ
அப்ப போய் நான் பாத்திரம் எல்லாம் விளக்குவேன். உனக்கு புரியுது இல்ல? പുരിയത്. എടാ കേശു, ഓ ഇവിടെ തോന്നുന്നത് പോലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഒരു കൃത്യത വേണം. കൃത്യസമയത്ത് കൃത്യതയായിട്ട് ചെയ്യണം. ചെയ്യാം. டே கேசோ, എന്നെ വിളിക്കണ്ട. பாரு, இந்த கிருத்தியதையில செய்யறவங்க எல்லாம் அவங்களே செய்வாங்க. நான் எல்லாம் செய்ய மாட்டேன். ആന്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഞങ്ങൾ എടുത്ത് പറയണ്ട. ആറോയ് ഇതിപ്പോ സംഭവിക്കാൻ പോണ എന്താണെന്ന് നിനക്കറിയൂ? അവരുടെ പറഞ്ഞ് അവസാനം അവരുടെ അടിയാവും. ഭയങ്കരമായിട്ട് അടിയെ പള്ളി വിളിക്കുന്ന സമയത്ത് നമ്മളിരുന്ന് കേൾക്കേണ്ട വരും. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? എപ്പം തുടങ്ങിയതാണ്? ഇപ്പോഴും വേണ്ടത്തില്ല. എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാനേ ചുമന്ന മഷിക്ക് പേര് വെട്ടിയാലേ വെട്ടിയതാ. டே கேசோ, எனக்கு இந்த சொமந்த மசி பச்சை மசி அப்படியெல்லாம் தேவையில்லை. எனக்கு யார்கிட்டயாவது ஒரு கோவம் வந்துனோ என் மனசுல இருந்தே நான் அழிச்சுப்பேன். புரியுதா உனக்கு? പുരിയല്ലേ? എനിക്കിത് അങ്ങോട്ട് പുരിയല്ലേ? ഇനി ഇത് ആര് എൻ്റെ അടുത്ത് പറഞ്ഞു പോലുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് മുഖത്ത് നോക്കി പറയണം, അല്ലേ പറവേ? അത് തന്നെ. കേട്ടാ പാറു, ഞാനൊന്ന് അമ്മൂമ്മക്ക് കടയാന്റെ അടുത്ത് പറയാനുള്ളതാണെങ്കിൽ പരസ്പരം പറയണം, എന്റെ അടുത്ത് പറയണ്ട. എന്നോടാ കളി? എന്നോടാ? നീ വന്നേ. എന്റെ സ്കൂളിലെ ബുക്ക് അമ്മൂമ്മ. അതൊന്നും സാരമില്ല, വേറെ ബുക്ക് ഞാൻ മേടിച്ചു തരാം. പിള്ളേരുടെ ബുക്കൊക്കെ എന്തിനാ മുമ്മ പഠിക്കാൻ പോണ മുമ്മ? നീ മിണ്ടാരിയടാ, കണ്ണും കാണത്തില്ല. അംഗത്തിന് കുറവൊന്നുമില്ല. ഇതെന്നാ വല്ലതും പറഞ്ഞായിരുന്നോ? കാക്ക കൊറേ നല്ലെന്ന് മറക്കും. ഇതൊന്ന് ഇതുവാ. എന്നാ പാറു വായിക്കും. മലയാളം എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഓ, ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ ഉലുത്തിട്ട് തന്നെയായിരുന്നു. കേശോട്ടാ വായിച്ചു കൊടുക്കണം. എന്നോട് സംസാരിച്ചാൽ ചെകിട്ടത്ത് തന്നെ അടി കിട്ടും. എനിക്ക് നിന്റെ ശബ്ദം പോലും ഇഷ്ടമല്ല. டே கேசு, அது கொடு. அதை கொடு. பேனை கொடு. എൻ്റെ ഇല്ല. பாரு, பேனை கொடு. എന്റെ ഇല്ല. பேனை வாங்கி கொடு கேசு. അമ്മ പാനിങ് നമ്മ കൊടമ്മൂമ്മ എന്തായാലും ചെയ്യാനായിരിക്കും. ആരോ എന്തിനാ എഴുതണ? തമിഴാ. അമർത്തി. മലയാളം വായിക്കാൻ അറിയാത്തുള്ള എന്തോന്ന് ചോദിക്കുന്നു. டே கேசு, படிடா. படிடா. തമിഴാ? ആ, നിനക്ക് എന്തൊക്കെ അറിയാന്നുള്ളതല്ലേ? എന്നും പറഞ്ഞോണ്ട് കേശോട്ടാ തമിഴ് വായിക്കാൻ അറിയാലോ. തേങ്ങ എടീ, തമിഴ്നാട്ടിൽ പോകുമ്പോ ബോർഡ് വായിക്കുമ്പോലല്ലേ ഇത്? എന്തരുത് ട്രാൻസ്ലേറ്റാ? കനകാന്റി ഇത് വായിച്ചു തരുമോ? இல்ல முடியாது. என் வாயால நான் இது படிக்கவே மாட்டேன். நீயே படிச்சு கொடு. എന്റെ വായാലല്ല, ഞാനിപ്പൊ പഠിച്ചു കാണിച്ചതില്ല. പേസ വന്നാ താനേ അടിപ്പീങ്ക ഉങ്ക മുഖത്തെ പാക്ക കൂട മാട്ടേ. എന്തുവാടാ അതല്ലേ ഇപ്പൊ പറഞ്ഞേ? മലയാളത്തിൽ പറയണം. സംസാരിക്കാൻ വന്നാലല്ലേ അടിക്കുള്ളൂ. നിങ്ങളുടെ അമ്മൂമ്മയുടെ മുഖത്തോട്ട് നോക്കത്തോലും ഇല്ലെന്ന് പറഞ്ഞു. ഓ, അവൾ എന്നോട് മിണ്ടിയില്ലെങ്കിലേ എന്റെ അടുപ്പേ കിടക്കുന്ന അരി വേവത്തില്ല. മധുരേന്ന് കിട്ടാത്ത അടിയേ ഇവിടുന്ന് കിട്ടുമ്പോ പഠിച്ചോളും. நாங்க மதுரைக்காரெல்லாம் வீரக்காரங்க. அப்படி அடியெல்லாம் வாங்கி மதுரைக்கெல்லாம் போக மாட்டோம். ആന്റി അമ്മൂമ്മ പോയി. ஐயோ, போனாங்களா? அப்படின்னா நான் சொன்ன டயலாக் வேஸ்டா? ഓ, ഓരോന്നെല്ലാം കൂടെ കുത്തിക്കുറിച്ച് വെച്ചിപ്പോ ഒന്നും മനസ്സിലാവുന്നുമില്ലല്ലോ. കേശുവേ,
എന്തോ അമ്മേ? നീ ആണോ കേശു? ഞാൻ കേശുവിനല്ലേ വിളിച്ചേ, നീ എന്തിനാ വന്നേ? അമ്മൂമ്മ വിളിച്ച ആരായാലും പറഞ്ഞല്ലോ. ആരെങ്കിലും വന്നാ വേണ്ട, കേശുവിനെ വിളിച്ചാ കേശു വരണം. കേശുവേ, കേശേട്ടാ. എടാ ചാവാൻ കിടന്ന ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നിന്നെ ഒന്നും വിളിച്ചാ കിട്ടത്തില്ലല്ലോടാ. വെള്ളം വേണോ? എന്താ? അല്ല എന്തിനു വിളിച്ചേ? എടാ വേണ്ട, പടവലത്തെ കണക്കാ, ചക്കയുടെയും തേങ്ങയുടെയും മാങ്ങയുടെയും ഒക്കെ. ഇതങ്ങോട്ട് ശരിയാവുന്നില്ല, നീ ഇതൊന്ന് നോക്കിയേ. അയ്യോ, അത് ശരിയാവാ തന്നെയല്ല, ആ ബുക്കിന് കണക്കിൽ ഒരു തേങ്ങയില്ല, അതുകൊണ്ടാണ്. എന്റെ പൊന്നമ്മൂമ്മ അതിനകത്ത് ഒരുമാതിരി ഞഞ്ഞാവിഞ്ഞ രീതിയിലാണ് എഴുതി വെച്ചേക്കണത്. ഞാനത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഫോണിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ഇത് ഇങ്ങനെ വരുമെന്ന്. പറ മക്കളെ, മാറണം. അമ്മൂമ്മ എവിടെ പറഞ്ഞു? ഇത് കാണിച്ചാലും അമ്മൂമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല, ഞാൻ പറയാം, കേട്ടോണം. നമ്മളന്ന് തേങ്ങ വിറ്റ് വരവ് 73,000 രൂപ. അതില് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 72,500 രൂപ അങ്ങേര് അക്കൗണ്ടിലാണ് ഇട്ടത്. എങ്ങനെ? അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ. അടുത്തത് മാങ്ങ മൂവാണ്ടൻ മാങ്ങയും മറ്റേ മാങ്ങയും സെപ്പറേറ്റ് ആണ് കൊടുത്തത്. അതിൽ മൂവാണ്ടൻ മാങ്ങയുടെ പൈസ അക്കൗണ്ടിൽ തന്നു, മറ്റേ മാങ്ങയുടെ പൈസ കയ്യിലാണ് തന്നത്. ആരുടെ കൈ തന്നു? എന്റെ കൈ തന്നു. ഞാനത് കൊണ്ട് നമ്മുടെ കൈ തന്നു. എന്റെ തന്നായിരുന്നോ? തന്നു. കേസോ, ഇത് അമ്മ കിட்ட കൊട്, പഠിച്ചു കൊട്. പറഞ്ഞൂടെ? சொல்ல மாட்டேன். നിങ്ങൾ തമ്മിൽ സംസാരിക്കില്ലല്ലോ അല്ലേ? ശരി, പഠിച്ചു കൊടുക്കാം. എന്തുവാടാ വായിക്ക്. തമിഴ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ചിരിച്ചോണ്ട് കാര്യം പറയടാ. വയസ്സായാൽ കണ്ണ് കാണൂല, എന്നാൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ആരാ ഉദ്ദേശിച്ച? ഇവിടെ ഇപ്പൊ ഈ കൂട്ടത്തിൽ വയസ്സായതാരാ? ഞാൻ. കണ്ണ് കാണാത്തവർക്കാ? എനിക്ക്. അപ്പൊ ഇതാരും ഉദ്ദേശിച്ച? ഓ, എന്നെ ഉദ്ദേശിച്ചെഴുതതാ. പിന്നല്ലാതെ. ആഹാ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാവേ. അത്രയ്ക്കായോ? ഇതേ പിടിക്കടാ. പിടിച്ച്. ഇതേ അവക്ക് കൊടുത്തേരെ. ഓ, സംസാരിക്കൂലല്ലോ. ഇങ്ങോട്ട് മാറോ അച്ഛൻ. കനാന്റെ எதுக்குடா கூப்பிட்ட? ഇരിക്കട്ടെ. என்னது இது? അമ്മൂമ്മ കനകാന്റിക്ക് തന്ന കത്ത്. இது മലയാളംടാ, പഠിച്ചു കൊട്. ഓ, മലയാളം പഠിച്ചു തറിയതല്ലേ? മലയാളം പഠിച്ചു തരാം. അഹങ്കാരം പിടിച്ചതിനെയൊക്കെ വീട്ടിൽ കയറ്റി നിർത്തിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. இது யார பத்தி எழுதினாங்க? കനകാന്റിയെ കുറിച്ച്. என்ன பத்தியா? പിന്നെ ஐயோ, இப்படி எழுதிருக்காங்க. நில்லடா, இதுக்கு பதில் நான் இப்ப கொண்டு தரேன். அப்படியா? ചേട്ടാ, എന്താ അമ്മൂമ്മ ശരിക്കും എഴുതിയേ? നിന്നെ ഞാൻ എന്റെ മോനെ പോലെയാണ് കണ്ടത്, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ. എന്നിട്ടാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ വായിച്ചേ? പിന്നല്ലാതെ. ഞാൻ കുറച്ച് കേറ്റിങ് വെച്ചല്ലേ, ഇത് രസമല്ലേ? അപ്പൊ കനകേശ് എന്തോന്ന് എഴുതിയത്? കപ്പക്കാരന്റെ പൈസ ഇതുവരെയായിട്ടും തന്നിട്ടില്ലെന്ന്. ഇതാ മഹാഭാവി, എന്നിട്ടാണ് കണ്ണ് കണ്ടുകൂടെങ്കിലും അഹങ്കാരത്തിന് തീരെ കുറവില്ലെന്നൊക്കെ നീ വായിച്ചത്? പിന്നല്ലാതെ. ജസ്റ്റ് ഫോർ എ ഫൺ, ഇരിക്കട്ടെ, ഒരലക്കൊക്കെ വേണ്ടി. അവൾ അവിടെ നിന്ന് എന്തോ എഴുതുന്നുണ്ട്. ഇവിടെ ആയതുകൊണ്ടാ ഞാനൊന്നും പറയാത്തത്. പടവലത്തെങ്ങാണോ ആയിരുന്നെങ്കിൽ ഞാൻ അവളെ ഓടിച്ചേനായിരുന്നു. ഓടി പറ. കേസോ, ഇതാ പഠിച്ചു കൊട്. കൊടുത്തിട്ട് പോവാതെ കിട്ടുന്ന മേടിച്ചിട്ട് പോ. എന്തോടാ എഴുതിയേക്കുന്നേ? വായിക്കല്ലോ. വായിക്ക്, എളുപ്പം വായിക്ക്. ഇപ്പൊ വായിക്ക. വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം കാണിച്ച അത് കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഇനി എൻ്റെ അടുത്ത് ജാട ഇറക്കാൻ വന്ന പ്രായമുള്ളവരാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കും. അങ്ങനെയാണോ അവൾ എഴുതിയേക്കുന്നേ? പിന്നല്ലാതെ.
ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ എന്തോ ശരിക്കും എഴുതിയിരിക്കണ ഇതിനകത്താ? ഞാൻ വലിയ തമ്പുരാട്ടി ഒന്നും അല്ല, അതുകൊണ്ട് ഇനി എന്നെ സങ്കടപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നു അതിലേക്ക്. എടാ പാവോടാ, അതിനാണോ നീ ഇങ്ങനെയൊക്കെ വായിച്ചേ? ഒരു പാവമില്ല എന്റെ പൊന്നോ, ഇത് നമ്മൾ വായിച്ചു കൊടുക്കണ്ടേ? നമുക്ക് വേണ്ട ഒരു ഫണ്ട്. തമിഴ് മലയാളം, തമിഴ് മലയാളം, തമിഴ് മലയാളം. ചേട്ടാ, ഓ, അവർ രണ്ടുപേരും കൂടെ ആ റൂമിലിരുന്ന് എഴുത്തോടെടുത്ത് ഇങ്ങനെ തമ്മിൽ ലെറ്റർ കൊടുത്തോണ്ടിരുന്നാലേ അവർക്ക് വേൾഡ് റെക്കോർഡ് കിട്ടും. ഒരു ദിവസം കൊണ്ട് എത്ര കത്ത് എഴുതിയേക്കുന്നത്. എത്ര കത്ത് എഴുതിട്ട് എന്ത് കാര്യം മക്കളെ? തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഉദ്ദേശിച്ചതല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നത്. അമ്മായിയുടെ അമ്മായി പറയുക ഇത് വിഷയമാവും, ഞാൻ ഈ പരിപാടിക്ക് ഒന്നും ഇല്ലെന്ന്. ആഹാ, അത് കൊള്ളാല്ലേ. അമ്മായി ഊരിയല്ലേ? 1 2 3 4 5 6 7 8. டே கேசோ, இந்த கத்து அம்மாக்கு கொடு, நல்லா படிச்சு கொடு. ம்? ഓ, പക്ഷേ പെട്ടിയും കിടക്കെ എടുത്തോണ്ട് പോവോ മധുരയ്ക്ക്? ദൈവത്തിനറിയാം. വായിക്കേ ചേട്ടാ. പിന്നെ വായിക്കാൻ പറഞ്ഞ തമിഴ് വിദ്വാനല്ലേ ഞാൻ ഇനി അമ്മയെ ശല്യപ്പെടുത്തില്ല. രാവിലത്തെ ട്രെയിനിൽ പൊക്കോളാം. അമ്മയ്ക്ക് സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ദൈവമേ, ഞാൻ ഒരിക്കലും കേരളത്തിൽ ഇനി വരില്ല. അമ്മ എനിക്ക് തന്ന് സഹായിച്ച പൈസയെല്ലാം നാട്ടിൽ ചെന്ന് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. മയ്യേ, ഇത് അമ്മൂമ്മയെ വായിച്ച് കേൾപ്പിച്ച അറിയാലോ. പാവോടാ. പാവമൊക്കെ തന്നെ. നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും കട്ടക്ക് ഇതെന്റെ അവസാനത്തെ എഴുത്താ. അതെന്തോ അമ്മൂമ്മ മൈക്ക്. അടി. ആ, അമ്മൂമ്മ ഉദ്ദേശിച്ചത് കനകാന്റിക്കുള്ള അവസാനത്തെ കത്തെന്നല്ലേ? അതെ. വായിച്ചു കൊടുക്ക്. വായിക്കേട്ടാ. ഇതിലെന്തോ എഴുതി പിടിപ്പിക്കാൻ നോക്കട്ടെ. ഇനി എനിക്കിങ്ങനൊരു മോളില്ല. നീ എൻ്റെ ആരുമല്ല. ഇപ്പം നിന്റെ അടുത്തുള്ള സ്നേഹമെല്ലാം പോയി. ഞാൻ മിക്കവാറും പടവലത്ത് ചെന്ന് നിൽക്കും. എന്നെ നോക്കാൻ ഉമേഷിന്റെ ഭാര്യ വന്ന് നിൽക്കും. നിന്നിൽ ഞാൻ പ്രതീക്ഷ അർപ്പിച്ചു. എനിക്ക് തെറ്റുപറ്റി. 3 കുത്ത്. എല്ലാം കഴിഞ്ഞു. 3 കുത്ത്. ഭവാനി. ഒരു മിനിറ്റ്, വേറെന്തോ ഒരു ചൊറിഞ്ഞ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ചോനറത്തല ഭവാനിയാ. ആ, സംഭവം സീരിയസ് ആവണം. ഉള്ളതുപോലെ അങ്ങ് വായിക്കാടാ. ഇനി ഇതേപോലെ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അടിച്ചു പിരിച്ച് 2 പേര് 2 സ്ഥലത്തും ഇരിക്കും. കാര്യം പറയടാ. ഇത് കാര്യം പറഞ്ഞാലൊന്നും ശരിയാവൂല. നേരെ ഉൾട്ടടിച്ച് വായിക്കാം. വെയിറ്റ്, ആറോ ഫോളോ മീ. അവിടെ വന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ പറയല്ലേ, കേട്ടല്ലേ? കൂടെ നിന്നോണം. അപ്പൊ ഞാൻ വരണ്ടേ? അമ്മായി വരണ്ട, പൊളി. ഞാനിവിടെ വന്നോട്ടാ. ചേടാ, ആ പിന്നെ വാ, മിണ്ടരുത്. അമ്മൂമ്മ വരുന്നുണ്ടോ? കനാൻഡി, അമ്മൂമ്മ കത്തുകൊണ്ടും തന്ന് വായിച്ചേപ്പിക്കട്ടാ.
വേണ്ട എനിക്ക് കേൾക്കണമെന്നില്ല. അങ്ങനെ പറയല്ലേ, കേട്ടേ പറ്റുള്ളൂ. ആ, എൻ്റെ പ്രിയപ്പെട്ട കനകമോൾക്ക്. മോളെ, ദേഷ്യം വന്ന് പലതും എഴുതിപ്പോയി. നിനക്കെന്നോട് സ്നേഹമില്ലേ? ഇല്ലേ? നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. എൻ്റെ മകളെ പോലെയാണ് നിന്നെ ഞാൻ കണ്ടത്. ഓ, എൻ്റെ മകളാണ് നീ. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ത്യജിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയൂ. പക്ഷേ ഒരു മകളോട് അമ്മ ഒരിക്കലും അതൊന്നും പറയില്ല. മോളെ, നിനക്ക് വേണ്ടെങ്കിലും നിന്നെ എനിക്ക് വേണം. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. അമ്മ ഇത്ര ഓവറാക്കി തെളവാക്കില്ല. എന്തായാലും എൻ്റെ മോളോടുള്ള സ്നേഹം എനിക്ക് ഇങ്ങനെയെങ്കിലും പറയാൻ കഴിഞ്ഞല്ലോ എന്ന് പ്രിയപ്പെട്ട ഭവാനി അമ്മ, കനകത്തിൻ്റെ സ്വന്തം അമ്മ. கேசு, ഓ, இப்படியா அம்மா எழுதியிருக்காங்க? ഇല്ലേ? ஐயோ பாவம்மா. അമ്മൂമ്മോ, അമ്മൂമ്മോ. അമ്മ, അമ്മ, എന്താ? അമ്മാടി, കനകാനിയുടെ ലെറ്ററാ. എനിക്ക് കാണണ്ട. അയ്യോ, കാണണ്ട, ഞാൻ വായിച്ച് കേൾപ്പിക്കാം, കേട്ടാ മതി. എനിക്ക് കേക്കണ്ട. എന്താ അമ്മൂമ്മ, കനകാനി ഇത്ര സ്നേഹത്തോടെ എഴുതിയ ലെറ്റർ അല്ലേ? എന്നാ പിന്നെ വായിക്കും. എന്നുടേ പ്രിയமான അമ്മാവക്ക് നാണ് എഴുതുന്ന കത്ത്. മലയാളത്തിലാക്കി പറഞ്ഞോട്ടാ. ഓ, മലയാളത്തിൽ പറയാമല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഫോണേ. അമ്മാ, എൻ്റെ അമ്മയെ വിട്ടു പോകുന്നതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട്. ഇങ്ങനെ സ്നേഹം കൂടുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും വഴക്കിടും. പ്രത്യേകിച്ച് അമ്മയും മകളുമാണെങ്കിൽ ഭയങ്കരമായും വഴക്കിടും. പക്ഷേ ഞാൻ എന്നും എൻ്റെ അമ്മയുടെ കൂടെ, അമ്മയുടെ അരികിൽ, അമ്മയെ സ്നേഹിച്ച്, അമ്മയെ ലാളിച്ച് ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കൂടെ എപ്പോഴും അടികൂടാൻ മാത്രമാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകുന്നു. പക്ഷേ അമ്മ എനിക്ക് വേണ്ടി ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യണം. അമ്മയുടെ ഒരു ഫോട്ടോ എനിക്ക് വേണം. എന്തിനെന്നല്ലേ, അമ്മയെ എനിക്ക് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കാൻ. ഈ ഒരൊറ്റ കാര്യം മാത്രം അമ്മ എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് അമ്മയെ വിട്ടുപിരിയാനുള്ള സങ്കടത്തോടിരിക്കുന്ന കനകം. എന്നോട് ഉസിരുതാമാ നീ. എനിക്കറിയായിരുന്നു നീ എന്നെ വിട്ടു പോകത്തില്ലെന്ന്. எனக்கும் தெரியும், எனக்கு நீங்க உசுரம்மா. நான் உங்களை விட்டு இங்கே போக மாட்டேன். നമുക്ക് പോവാം. എങ്ങോട്ട്? അടുക്കളക്ക്. ഒരുപാട് പണി കിടപ്പുണ്ട്. ശരി അമ്മ. കണ്ട, ഇത്രയേ ഉള്ളൂ.
മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.